നമ്മുടെ ഭാര്യമാരെയൊക്കെ വിധവകളാക്കി മാറ്റുന്നതിനെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടു പോകുന്ന വലിയൊരു പരീക്ഷണം, അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. അവർ ജീവിച്ചിരിക്കുക, നമ്മൾ മരിക്കൽ സ്വാഭാവികമാണ്. മക്കളും ഒക്കെ ഉണ്ടാകും, നോക്കാനും പിടിക്കാനും ഒക്കെ. സാധാരണ സ്ത്രീകൾക്ക് അതൊരു ആദ്യത്തെ ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 90 ദിവസം 120 ദിവസം ഇദ്ദയുടെ കാലം കഴിയുമ്പോൾ മനസ്സിന് സമാധാനം വരും. അതുവരെ ദിക്റും ഖുർആനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ. അതേ സമയത്ത് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് അത് വല്ലാത്ത വിഷമമാണ്. കാരണം എല്ലാം അവരാണ്. അവരുമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ പോലും ഭാര്യയോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അവരൊക്കെ പോയാലും നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭാര്യയാണ്. ഭാര്യയും മനസ്സിലാക്കി നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭർത്താവാണ്. ബാക്കി മക്കളൊക്കെ പോകാനുള്ളതാണ്. അവരൊക്കെ ഇന്നല്ലെങ്കിൽ വേറെ വീട്ടിലോട്ടൊക്കെ മാറി താമസിക്കും. നിങ്ങളാണ് പ്രായം 60 എത്തിയാലും 70 എത്തിയാലും ഒരേ കട്ടിലുമേൽ ചേർന്ന് കിടക്കേണ്ടത് നിങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ കണ്ടുപിടിക്കൽ അനിവാര്യമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഫീ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലാകുമ്പോൾ ഏത് നിലയിലായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു ഫീ മഹ്നതി അഹ്ലിഹി. സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കുമായിരുന്നു. വൈദാ ഹദറതി സ്വലാ ഖറജ ഇലൽ മുസല്ലാ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ വീട്ടിലിരിക്കുന്നതായ പ്രശ്നമല്ല, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം കടന്നു വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. അതുവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ജീവിതം, നമ്മളെ പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത്. സദാസമയം വീട്ടിലുണ്ട്, കുടുംബത്തോടൊപ്പമുണ്ട്, അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ പ്രതീക്ഷ അർപ്പിച്ച സാധനം വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സേമിയ പായസം അല്ലാഹു അത് പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ കിട്ടാതാരും വിഷമിക്കണ്ട കേട്ടോ, തികയാതെ വന്നാൽ ക്ഷമിക്കണം. അല്ലാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇപ്പൊ ലൈവ് കേട്ടോണ്ടിരിക്കുന്നവർ ഇപ്പൊ പതുക്കെ വരും, സേമിയ കുടിച്ചിട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്, ഒരാൾക്കാരുടെ സ്പോൺസറാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ ചുക്കാപ്പി ഉണ്ടായിരുന്നു, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അത് സ്പോൺസർ ചെയ്തതാകുന്ന ആളുകൾക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഞാൻ കൂടുതലായി ഇതിലേക്ക് പോകുന്നില്ല. നമ്മുടെ കുടുംബജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക. അതിന് ഏറ്റവും ഉപയുക്തമായത് എപ്പോഴും വീട്ടിലുണ്ടാവണം. മൊബൈൽ വലിയ വില്ലനാണ്. സദാസമയം അതിനുള്ളിൽ തന്നെ തളച്ചിടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിരിക്കാൻ. ഒരു 10 മിനിറ്റ് വീട്ടിനുള്ളിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവരും മാറിയിരുന്ന്, പാപ്പ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കാൻ, ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കുടുംബാന്തരീക്ഷം മാറി. അതൊക്കെ വ്യത്യാസം വരണം. ഒരു സമയം ഏകീകരിക്കണം. ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം. ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ ഭാഗവാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം. അതിന് മൊബൈൽ ഒരു വിലങ്ങുതടിയാവരുത്, അത് മാറ്റി വെച്ചേ പറ്റൂ. സൈലന്റ് ആക്കി മാറ്റി വെക്കണം കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ.
അതാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്നോടൊപ്പം സദാസമയം ഉണ്ടാകുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസറ ദവറ അലാ നിസാഇഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ അസ്റ, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങും, എല്ലാ ഭാര്യമാരുടെ അടുക്കലും പോകും. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രയോ പിറകിലാണ്. നമ്മൾ ആ പ്രവാചകന്റെ തിരുസുന്നത്ത് ശരിക്കും മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. 42 വയസ്സുള്ളതാകുന്ന ഒരു യുവതി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത്, നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെ വായിച്ചു കാണും, 14കാരനാകുന്ന ഒരു യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവനെ നിർബന്ധിച്ചു. ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് നടന്ന സംഭവമാണ്. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? വിവാഹം കഴിഞ്ഞ് 4-5 കുട്ടികൾ ഉള്ളതാകുന്ന ഉമ്മമാർ തന്നെ മതിരി ചാടാൻ വെമ്പ് നിൽക്കുന്നതായ കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോൾ, ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോൾ, ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോൾ, അവരുടെയുമാകുന്ന സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെരിച്ചാട്ടങ്ങൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നത്. നമ്മൾ കുട്ടികളുടെ വിഷയത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നേരം പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളാണ്. പറയാനുള്ള വിഷയങ്ങൾ ധാരാളമുണ്ട്. മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക്, അതും പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതാപിതാക്കളായി മാറണേ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ രക്ഷിതാക്കളായി മാറണേ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായ വാപ്പയായി ഉമ്മയായി മാറണേ. മക്കളില്ലാതെ വിഷമിക്കുന്നതായ ആളുകളില്ലേ, പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഒരു കുഞ്ഞിനെ തരണമെന്നല്ല ദുആ ചെയ്യുന്നത്, സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതായ തഖ്വയുള്ളതായ സാലിഹായ ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ അല്ലാഹു നൽകുകയാണ്. ഇസ്മാഈൽ അലൈഹിസ്സലാം മകനെ നൽകിയെന്ന് മാത്രമല്ല പ്രവാചകനാക്കുകയാണ്. അതാണ് ചിന്തിക്കേണ്ടത്. വാപ്പാടെ ദുആഇന്റെ വലിപ്പമാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ദുആ ഇരുന്നിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി? എപ്പോഴും ശപിക്കാൻ ഒരു ഉസ്താദിനെ മുന്നിൽ കൊണ്ടുവന്ന് മകനെ നിർത്തിയപ്പോൾ ഉസ്താദ് അല്ലാഹ് ഹയവാനാണ് കേട്ടോ, ആള് ഹമുക്ക് ബെടുക്കൂസുൽ ജാമൂസുൽ ഇബ്ലീസ് എല്ലാ ബിരുദം എടുത്തിട്ടിരിക്കാൻ, ഇവരെ നന്നാക്കണം. ഓൾറെഡി വാപ്പ ഒരു 8 ബിരുദം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിന്നെ എങ്ങനെ നന്നാവും? അപ്പൊ ഇവന് ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് നോക്കും വാപ്പായ. അതോടുകൂടി അവനറിയാം, അവൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇബ്ലീസുൽ ജാമൂസുൽ ബെടുക്കൂസ് നീയാണ്, ആണോ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം. 1, അഫെക്ഷൻ കൊടുക്കണം. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം കൊടുക്കണം. കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം. അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പോരാ, പ്രകടിപ്പിക്കണം. രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ വേണം. മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കണം. മൂന്നാമത്തത് ഡയറക്ഷൻ, കുട്ടികളെ നല്ല നേർവഴി കാണിച്ചു കൊടുക്കണം. ഇത് 3 കാര്യങ്ങളും മാതാപിതാക്കളുടെ കടമകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അഫെക്ഷൻ, നല്ല സ്നേഹം, എങ്ങനെയാണത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകനെ കണ്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പ്രവാചകൻ ചുംബിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ട് ചോദിച്ചു, കുട്ടികളെ ചുംബിക്കലോ? ആൺകുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ടേയില്ല. വല്ലാത്തൊരു സംഭവമായി എടുത്ത് അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് കാരുണ്യമുള്ളവരുടെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ മേൽ വർഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടിൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് ചുംബനം നൽകുക. അത് പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ്. മകളാകുന്ന ഫാത്തിമ വിവാഹം കഴിപ്പിച്ചു വിട്ടു അലിയാർ തങ്ങളോടൊപ്പം. ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവി മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നെറ്റിത്തടത്തിൽ ചുംബിച്ച് പ്രവാചകൻ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ മേലിട്ടിരിക്കുന്ന ഉത്തരീയം നിലത്ത് വിരിച്ച് ആ വിരിപ്പിലിരുത്തും. ആരെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകളെ ചേർത്ത് നിർത്തിയിട്ട് വളരെ സ്നേഹത്തോടുകൂടി തോളത്തൊക്കെ കൈയിട്ട് അടുപ്പിച്ച് പിടിച്ചിട്ട് ചോദിക്കും, പൊന്നുമോൾ എന്തുകൊണ്ട് വിശേഷം? നമ്മളാണെങ്കിൽ ഒരു കയറി വരുമ്പോൾ തന്നെ അല്ലാഹു എന്താ വീട്ടിൽ വല്ല വിഷയം ഉണ്ടോ എന്തോ. മോളെ വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കും, മോൾ ഇന്ന് പോവോ എന്തോ, എന്താ വന്നിരിക്കുന്നത്, ഇതാണ് ചോദിക്കുന്നത്. അപ്പോഴേ അവനക്ക് മനസ്സിലായി ഈ കാട്ടുമാക്കാൻ എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു, ഹലാക്ക്. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് മനസ്സിൽ. അപ്പോഴേ വിഷമായി. സംഭവം നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അത് പതുക്കെ ഹിക്മത്ത്, പതുക്കെ അതൊക്കെ ഉമ്മമാരെ ഏൽപ്പിക്കുക. അവരതിൻ്റെ ഹിക്മത്തി കൈകാര്യം ചെയ്തോളും. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും. അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രയും നല്ല ബന്ധം ഉണ്ടാവണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുട്ടികളായിട്ടൊരു ബന്ധം, ഒരു സുഹബത്ത് നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ. 3 രീതിയിലാണ് കുട്ടികളോട് വർത്തിക്കേണ്ടത്. ഒരു ഏജിൽ പറഞ്ഞിട്ടുണ്ട്. തീരെ ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ ലാഇബുഹും സുബ്ആ, കുട്ടികളോട് നല്ല കളിച്ചും രസിച്ചും നിലകൊള്ളണം. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കുട്ടികളുടെ മനഃശാസ്ത്രമാണ് പറയുന്നത്. കുട്ടികളോടൊപ്പം കളിക്കുക. വാപ്പായി ഉമ്മായും ഒക്കെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും നിലകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുതിര കളിക്കും. അത് നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മൾ നിസ്കരിക്കണമെന്നേ ഉള്ളൂ. നിസ്കരിച്ച കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അതിനവരാരും പഠിപ്പിക്കേണ്ട, വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ല. അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ്. ഇങ്ങനെ കിടക്കുന്നവന്റെ തോളത്തോട്ട് കയറാൻ വേണ്ടി അവർ കയറും ചെയ്യും. കയറുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? വലിയവരാണെങ്കിൽ കൈ കുടിച്ചിട്ട് അറ്റ കയറാണ് അപ്പുറത്തോട്ട്. ഇവൻ ഇങ്ങോട്ട് മേലെ വിട്ടേക്കില്ലെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും. അതേസമയത്ത് അത് ചെയ്യാതെ നിങ്ങളൊന്ന് സ്നേഹം കാണിച്ചു നോക്കിയ കുട്ടികൾ വീണ്ടും വീണ്ടും നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകൻ, വലിയ തിരക്കുള്ള വ്യക്തി, പ്രവാചകൻ സുജൂദിൽ തന്നെ കിടക്കാണ്. ദീർഘമായി സുജൂദിൽ കിടക്കും. ഇതൊക്കെ ഹദീസാണ്, സാരവാക്കല്ല, ചരിത്രമാണ്. കുട്ടികളോടുള്ള കാരുണ്യം. ദീർഘനേരം കിടക്കാൻ. കുട്ടികൾ എഴുന്നേറ്റ് മാറുമ്പോഴാണ് പ്രവാചകൻ ഇരിക്കുക. അതുവരെ സുജൂദിൽ തന്നെ കിടക്കും. ചെല്ലാന്ന ദിക്റൊക്കെ ചെല്ലാമല്ലോ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി മാത്രമല്ല, നിനക്കറിയാവുന്ന അറബിയിൽ അറിയാവുന്ന ദുആകളൊക്കെ നിനക്ക് അവിടെ ചെയ്യാം. അല്ലാഹുമ്മ ലക സജദതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅളമി വഅസബി വമസ്തഖല്ലത ബിഹി ഖദമി. സുജൂദിൽ അധികരിപ്പിക്കേണ്ടതായ ദുആ ആണ് ഇതൊക്കെ. ആരാണിത് ചെയ്യുന്നത്? ആരാണിത് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പോലും കറക്റ്റായിട്ട് പറയുന്നില്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോടുള്ള സ്നേഹ ലാളന ലോകത്തിന് കാണിച്ചു തരുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, എന്റെ ഈ 2 പേരക്കിടാങ്ങളില്ലേ, ഫാത്തിമയുടെ പൊന്നോമന മക്കളില്ലേ, സ്വർഗീയ പുരുഷന്മാരുടെ നേതാവാണ്. സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ
നേതാക്കളാണ് ഇവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. യുവാക്കളെ, യുവതികളെ, പഠിച്ചു വെക്കടേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയോട് അല്ലാഹുവിന്റെ റസൂൽ കാണിക്കുന്ന സ്നേഹമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ ലഅബുഹും സബഅ, അവരോട് കളിച്ചും രസിച്ചും നിലകൊള്ളണേ. അത് മനഃശാസ്ത്രമാണ്. അവരോട് ആ സമയത്ത് ഒരു നിലയ്ക്കുമുള്ള പ്രയാസപ്പെടുത്തുന്ന ഒന്നും കൊടുക്കരുത്. നമ്മൾ ചെയ്യുന്ന എന്താ? റമദാനിലെ നോമ്പ് പിടിപ്പിക്കുക പിള്ളേരെ കൊണ്ട്. 3 വയസ്സായുള്ളൂ, ഇടങ്ങേറാക്ക്. പിടിപ്പിച്ചില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ പിടിപ്പിച്ചു. 4 വയസ്സാകുമ്പോൾ തന്നെ മോള് നോമ്പ് പിടിച്ചു വരണം എന്നുള്ള നിലയ്ക്ക് അവളെ കൊണ്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കാൻ വൈകിട്ട് വരെ. അവൾ ഉച്ചയാകുമ്പോഴേ തന്നെ അതികഠിനമായ ചൂടുള്ള സമയമായിരുന്നു ഈ മാർച്ച് മെയ് മാസങ്ങൾ. കുട്ടികൾ വന്നിട്ട് ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ AC റൂമിലോട്ട് കയറ്റി പാലാപ്പള്ളി തിരുപ്പള്ളി പാട്ടും വെച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഇരുത്തി വെച്ച് ആഹത്തായിട്ട് കുട്ടി. അവളുടെ നോമ്പ് വേറെ വഴിക്ക് പോയാലും കുഴപ്പമില്ല, ഒന്നും കഴിച്ചിട്ട് പോകരുത്. അതാണ് ഉമ്മാടെ നിയ്യത്ത്. അള്ളാഹു ആക്കുമാറാവട്ടെ. എന്നിട്ട് എന്തിനാ വൈകുന്നേരം ആകുമ്പോൾ ഈ കുഞ്ഞ് തളർന്ന് വിശന്ന് ഒരു വിധത്തിൽ വന്ന് 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒന്ന് കുടിക്കുമ്പോൾ ക്ഷീണം. അപ്പോൾ ഉമ്മ പതുക്കെ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും, എൻ്റെ മോള് ചിന്നു നോമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി അനിയത്തി ഉടനെ ഇളകി. അവളുടെ പിള്ളേരെ പിറ്റേ ദിവസം തന്നെ രാവിലെ നിങ്ങൾ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റണം കേട്ടോ, അവിടെ മോളിൽ നോമ്പ് പിടിച്ചിട്ടുണ്ട്. പിള്ളേർ 2 വയസ്സായിട്ടുള്ളൂ. അവിടെ തുടങ്ങാണ് ക്രൂശിക്കാൻ. ആരോടെ നോമ്പ് പിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിൽ? 7 വയസ്സെത്തുമ്പോൾ നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും 10 വയസ്സെത്തുമ്പോൾ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അവരെ ചെറിയ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ 3 വയസ്സെത്തുമ്പോഴേ തുടങ്ങി പരിശീലനം കൊടുക്കുക. അത് വിഷയമല്ല. അതൊരല്പം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ളുഹറാകുമ്പോൾ കുട്ടികൾക്ക് ബാങ്ക് വിളിച്ചാ ഇൻഷാ അല്ലാഹ് തുറക്കും. വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അതൊരു പരിശീലനമാണ്. അതൊരു 4 വയസ്സ് 5 വയസ്സാവുമ്പോൾ നമ്മൾ ഒരു വക്കത്ത് കണക്കാക്കി കൊടുത്തു. ളുഹർ, പിന്നീട് ഒരു വയസ്സുകൊണ്ട് കഴിഞ്ഞപ്പോൾ അസർ, പിന്നെ എത്തിയപ്പോഴത്തേക്ക് മഗ്രിബ്. ഇത് നമുക്ക് തന്നെ നേരെ നിൽക്കാൻ മേല. അത്ര കഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് കൊടുക്കാൻ, എന്നിട്ട് കുട്ടികളെ ഇടങ്ങേറാക്കാൻ. കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇസ്സത്ത് ഉമ്മാക്ക്, ഇടങ്ങേറ് പിള്ളേർക്ക്. അല്ലാഹു മുളക്കാക്കട്ടെ. ധാരാ പറഞ്ഞു നടക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ സംഭവം. അപ്പൊ ഇത് കണ്ടപ്പോൾ അനിയത്തിക്ക് ഇളകി. അവള് പിറ്റേ ദിവസം പിന്നെ 3 ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. കുട്ടികൾ ആകെ ഇടങ്ങേറായി, വഷളായി. വേറെ മക്കളായി ജനിച്ചു പോയല്ലോ എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് സമൂഹത്തിന് മുന്നിൽ എങ്ങനെയെങ്കിലും ഗരിമ കാണിക്കാം. അനിയത്തി, ചേട്ടത്തി, ജ്യേഷ്ഠൻ, അനിയൻ, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം പിള്ളേരാണ് ഇതിൻ്റെ എല്ലാ ഇരയാളുകൾ. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ചെയ്യരുത്. 7 വയസ്സുവരെ ലഅബുഹും സബഅ, നോമ്പ് പിടിപ്പിച്ചോ, പക്ഷെ എങ്ങനെ വേണം? ഉച്ചവരെയൊക്കെ പിടിപ്പിച്ച് ആ ബാങ്ക് കൊടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് തുറപ്പിച്ച് സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു പരിശീലനം എന്ന നിലയ്ക്ക് ആയിക്കോട്ടെ. പൂർണ്ണത്തിച്ച് നോമ്പ് പിടിപ്പിച്ച് ഇടങ്ങേറാക്കരുത്. ഇനി ഒരു കുട്ടിക്ക് കഴിവുണ്ട്, ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കുകയാണ്. ചില കുട്ടികൾ അങ്ങനെയുണ്ട്, രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്നിട്ട് 6 വയസ്സുള്ള കുട്ടിയാണ് പിടിച്ച് വൈകിട്ട് വരെ പിടിച്ചു. അത് തെറ്റില്ല. നമ്മളായിട്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കരുത്. അങ്ങനെ ഇടങ്ങേറാക്കി പിടിപ്പിക്കുന്ന പിള്ളേരാണ് ഇപ്പോഴും 17 വയസ്സ് കഴിയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ വേണ്ടി ബാത്റൂമിൽ കയറുന്ന ആളാണ്. എന്നിട്ടിങ്ങനെ അവനെപ്പോൾ തുടങ്ങിയതാണ്? 7 വയസ്സിൽ തുടങ്ങിയതാണ്. 17 വയസ്സായിട്ട് നിർത്തിയിട്ടില്ല. വെള്ളം കുടിച്ച് ആഹത്തായിട്ട് വിറക്കെ നിറച്ച് ഉദു കൊടുക്കാൻ പോകുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം വയറ്റിനകത്തായി. കാരണം അവൻ ഈ ഒളിച്ച് കളിച്ച് ഇടങ്ങേറായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി വിടണം മക്കളുടെ നല്ല മനസ്സിൽ വരെ വിടുക. അത് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, 7 വയസ്സ് വരെ അങ്ങനെ അങ്ങ് വിടുക. എന്നാൽ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ പറയണം. ചീത്ത സ്വഭാവങ്ങളും വാക്കുകളും ഒന്നും കൊടുക്കരുത്. നമ്മൾ മൊബൈൽ ആദ്യം തന്നെ മാറ്റി വെക്കും. കണ്ടില്ലേ, 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലിരുന്നിട്ട് മൊബൈൽ പൊട്ടി. ഏത് കമ്പനി ആയിക്കോട്ടെ, മൊബൈലൊന്ന് നിലത്ത് വീണാൽ അതിന്റെ ബാറ്ററിക്ക് വീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. രാസവസ്തുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. ബാറ്ററി ഹീറ്റ് ആകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ പൊട്ടി, ഡിസ്പ്ലേ പൊട്ടിയിട്ട് മുഖത്തേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയുടെ ജനാസ കാണിച്ചിരുന്നില്ല. തലയുടെ ഭാഗത്ത് ഒരു ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. കാരണം കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അത്രയേറെ പ്രയാസപ്പെട്ടു പോയി ആ കുടുംബം. ചിന്തിക്കണം. വാർത്ത നിങ്ങൾ വായിക്കുന്നവരല്ലേ. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരൊറ്റ അടിക്കാണ് മുഖം വല്ലാതെ കരിഞ്ഞുണങ്ങിപ്പോവുക.
8 വയസ്സുള്ളതാകുന്ന ഒരു പൊന്നുമോളാണ്. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഏത് കുട്ടികളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷാദമുണ്ടാകും, നമുക്ക് ദുഃഖമുണ്ടാകും. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ കുട്ടികളുടെ കയ്യിലേക്ക് 8 അല്ല 2 വയസ്സുള്ള കുട്ടികളുടെ കയ്യിലേക്കൊക്കെ മൊബൈൽ കൊടുത്ത് അഭിമാന പുളകിതരാകുകയാണ് നമ്മൾ. അതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കും സഹോദരങ്ങളെ. കുട്ടികൾ ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് മണിക്കൂറുകൾ സമയം ചെലവഴിക്കും. നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. പാപ്പാക്കും ഉമ്മാക്ക് ശല്യം തീരാൻ വേണ്ടി മക്കളുടെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്തിട്ട് അവരവരുടെ പാട്ടിന് പോവാൻ. കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കിയേ, എന്താണ് അതിൻ്റെ ഹീറ്റ്, ചൂട് എത്രയാ. എപ്പോഴാണെങ്കിലും അപകടങ്ങൾ പിണഞ്ഞിരിക്കല്ലേ. ഇതൊക്കെ ഒരു സാധാരണ സാധനങ്ങളല്ലേ, മനുഷ്യനിർമ്മിത വസ്തുക്കളല്ലേ. എപ്പോഴും അപകടം ഉണ്ടാവാം. ഉണ്ടായിക്കഴിഞ്ഞിട്ട് പ്രയാസപ്പെടുന്നതിനേക്കാൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കൽ. തീരെ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല. നല്ലൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും നൽകരുത്. കണ്ണിനും കേടാണ്, ശരീരത്തിനും കേടാണ്. വാപ്പയോടും ഉമ്മയോടും ഉള്ളതാകുന്ന താല്പര്യവും കുറയാൻ ചാൻസ് ആകും. നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ പുറത്തു പോകും. തിരിച്ചു വരുമ്പോൾ മുമ്പ് നിങ്ങൾ മൊബൈൽ കൊടുക്കാതെ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് കാണിച്ചിരുന്നൊരു സ്നേഹമുണ്ട്, വാപ്പാന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു സ്നേഹമുണ്ട്. അത് കാണൂല. മക്കൾ മൊബൈലിന് അഡിക്ഷനായിരിക്കും. വാപ്പ മുന്നിൽ കൂടെ പോയാലും മൈൻഡ് ചെയ്യലില്ല. കാരണം അവർക്ക് അതിനേക്കാൾ വലിയത് ഈ കാലിഗ്രാഫിയും ഈ സംഭവ വികാസങ്ങളുമായി മാറിയിരിക്കുകയാണ്. മൊബൈലിന് അഡിക്റ്റായി പോയി.